അടുത്ത നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ലോറൻസ് ഫോഴ്സ്. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എടുക്കുകയാണ്. അപ്പം നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഒരു ക്രോസ് ഇട്ടുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ക്രോസ് ഇട്ടുള്ള റെപ്രസെന്റേഷനാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കുത്തിട്ടുകൊണ്ടും കാണിക്കാം. ആ കുത്തിന് ചുറ്റും വട്ടം വരയ്ക്കുന്ന കുത്തിന് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയും കാണിക്കാം. ഈ ക്രോസിന്റെ അർത്ഥം ഇതിന്റെ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പറാണ്. ഇപ്പൊ നമ്മളൊരു പേപ്പർ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഷീറ്റ് ആണെങ്കിൽ ഈ തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്, അതായത് ഇൻ ടു ദ പേപ്പർ ആണെങ്കിൽ ആ ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും കടന്നു പോവുക. ഫീൽഡ് ഈ പേപ്പറിന്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു ക്രോസ് ചിഹ്നം കാണിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യുക. നമ്മൾ ഈ റെപ്രസെന്റേഷൻ നമ്മൾ ഈ ബുക്കിൽ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ക്രോസ് കണ്ടു കഴിഞ്ഞാൽ അവിടെ പേപ്പറിന്റെ ഉള്ളിലേക്കാണ് എന്നാണ് അർത്ഥം. അതേ സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ഡോട്ട് കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ ഡോട്ട് ഞാനിവിടെ വരയ്ക്കുകയാണ്, ഈ ഡോട്ട് ഇട്ടു. ഇതിന്റെ അർത്ഥം മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരുന്നു എന്നാണ് അർത്ഥം. എന്താണ്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ്. ഇത് ഇൻ ടു ദ പേപ്പർ ആണെങ്കിൽ ഇത് ഔട്ട് ഓഫ് ദ പേപ്പർ ആണ്. അപ്പൊ ഈ രണ്ട് നൊട്ടേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ക്രോസ് കണ്ടു കഴിഞ്ഞാൽ ഇൻ ടു ദ പേപ്പർ, മറ്റേത് ഡോട്ട് കണ്ടു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ പേപ്പർ ആണ്. പേപ്പറിൽ നിന്നും നമ്മൾ നോക്കുന്ന ഡയറക്ഷനിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണിലേക്ക് വരുന്ന രീതിയിലാണ് ഈ റെപ്രസെന്റേഷൻ. ആ സമയത്ത് നമ്മൾ കണ്ണിൽ നിന്നും പേപ്പറിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു നൊട്ടേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സർക്കിൾ നമ്മൾ ഇടാറുണ്ട്, അങ്ങനെയും കാണാം. അപ്പൊ ഈ പേപ്പറിന്റെ ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത് ഇത് ഇൻ ടു ദ പേപ്പർ എന്ന് പറയുന്നതിന്റെ അർത്ഥം നോക്കുന്ന ആള് നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ നോക്കുമ്പോഴാണ് അയാളിൽ നിന്ന് ഫീൽഡ് പേപ്പർ തുളച്ച് ഉള്ളിലേക്ക് പോണത്. അപ്പൊ നമ്മൾ ക്രോസ് ഇടും. അപ്പൊ ക്രോസ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന ആളിൽ നിന്നും അകന്നു പോയിട്ട് ഉള്ളിൽ കൂടി, പേപ്പറിന്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. അപ്പൊ ഇൻ ടു ദ പേപ്പർ എന്ന് പറയും. അപ്പൊ ഇവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ച് എന്താണ് ഇതിന്റെ അർത്ഥം, എന്താണ്, അത് അയാളുടെ അടുത്തേക്ക് വരുന്ന ഫീൽഡാണ്. അപ്പൊ നമ്മൾ പേപ്പറിൽ നോക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ കണ്ണുകളിലേക്ക്, നമ്മുടെ മുഖത്തേക്ക് വരുന്ന ഫീൽഡിനെ കാണിക്കുന്നത് ഡോട്ടും, നമ്മളിൽ നിന്നും അകന്നു പോകുന്ന, നമ്മളിൽ നിന്നും പുറപ്പെട്ട് പേപ്പറിനെ തുളച്ച് ഉള്ളിൽ കൂടെ പോകുന്ന ഫീൽഡിനെ നമ്മൾ ക്രോസ് കൊണ്ടും കാണിക്കും. അപ്പൊ ഈ രണ്ട് നൊട്ടേഷൻ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അടുത്തത് നമ്മളിവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കാണിച്ചതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പർ ആണ്. അപ്പൊ ഇൻ ടു ദ പേപ്പർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു. അപ്പൊ ഇലക്ട്രോൺ ഞാനിവിടെ വരയ്ക്കുകയാണ്. ആ ഇലക്ട്രോണിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വിചാരിക്കുക. അപ്പൊ ഈ ഏരോ മാർക്ക് കാണിക്കുന്നത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മളൊരു ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് എക്സ് ആക്സിസ്, പേര് കൊടുത്തു എക്സ്. മുകളിലേക്ക് വൈ ആക്സിസ് ആണെന്ന് എടുക്കുക. ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. ഇത് വൈ ആക്സിസ്, ഇത് സെഡ് ആക്സിസ്. അപ്പൊ അത്തരത്തിലുള്ളൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എക്സ് ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റും, എക്സ് ഡയറക്ഷനാണ്. ഇനി ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇൻ ടു ദ പേപ്പർ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണത്, ഇവിടെ ഇത് പ്ലസ് സെഡ് ആണ്. അപ്പൊ ഇതേതാണ്, മൈനസ് സെഡ് ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് മൈനസ് സെഡ് ഡയറക്ഷൻ. ഇങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ മേലെ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് F = Q ×
വി ക്രോസ് ബി. അതിൽ ക്യൂ എന്ന് പറയുന്ന ചാർജാണ്, വി എന്ന് പറയുന്ന വെലോസിറ്റിയാണ്, ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വെക്ടർ ചിഹ്നം കൊടുത്തത്. വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റിയാണ്, മാഗ്നറ്റിക് ഫീൽഡും വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, എക്സ് ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് മൈനസ് സെഡ് ഡയറക്ഷനാണ് എങ്കിൽ ഇവിടുത്തെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സും സെഡും അല്ലാത്ത മൂന്നാമത്തെ ഒരു ഡയറക്ഷനാണ്. മൂന്നാമത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വൈ ഡയറക്ഷനിലാവാം. അത് അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാകാം? പ്ലസ് വൈ അല്ലെങ്കിൽ എന്താകാം? മൈനസ് വൈ ആകാം. ഇത് ചാർജിന്റെ സൈഡിനനുസരിച്ചിരിക്കും. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഒരു ഡയറക്ഷൻ പ്ലസ് വൈ ആകാം, മൈനസ് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകാം. അപ്പൊ ഈ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പൊ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്താണ്? ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മേലുള്ള ഫോഴ്സിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഓൺ എ മൂവിങ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ഇപ്പോൾ ഇവിടെ ചോദിച്ച മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ലോറൻസ് ഫോഴ്സ് എന്താണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോണത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ടെങ്കിൽ അവിടെ എന്താണ്? അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എഫ് ഈക്വൽ ടു ക്യൂ ഇ ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു റീജിയനിലൂടെ, ഒരു സ്ഥലത്ത് കൂടെ ചാർജ് പോയി എത്ര ഫോഴ്സ് ഉണ്ടാവും? അപ്പം ഉണ്ടാകുന്ന ഫോഴ്സ് എന്ത് എഴുതാൻ പറ്റും? ഈ ഫോഴ്സും കൂട്ടണം. അപ്പൊ ക്യൂ ഇ പ്ലസ് ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ഇത്ര ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യും. ഈ ഫോഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിലും ഇലക്ട്രിക് ഫീൽഡിലും മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിലൂടെ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. ലോറൻസ് ഫോഴ്സ് വെറുതെ നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തുകൂടി ഉണ്ടാകും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ രണ്ട് ഫീൽഡിന്റെയും ഫോഴ്സ് ഉണ്ടാവും. അതിന്റെ സമ്മിനെ നമ്മൾ എന്ത് കൂട്ടുന്നതിന്, ആ കൂട്ടിക്കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൂട്ടിക്കിട്ടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആണ്. The Lorentz force on positive charge is opposite to that on negative charge because it depends on charge Q. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു പോസിറ്റീവ് ചാർജുമ്പോൾ ഉണ്ടാകുന്ന ലോറൻസ് ഫോഴ്സും ഒരു നെഗറ്റീവ് ചാർജുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സും ലോറൻസ് ഫോഴ്സും ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന ഫോഴ്സ് പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ, പോസിറ്റീവ് എക്സ് ആക്സിലാണെങ്കിൽ, നെഗറ്റീവ് ചാർജിന്റെ മേലെ ഉണ്ടാകുന്ന ഫോഴ്സ് നെഗറ്റീവ് എക്സ് ആക്സിസ് ആയിരിക്കും. ഇത് നമുക്കൊന്ന് മനസ്സിലാക്കുന്നത് ഒന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് പഠിക്കാം. കാരണം നമ്മൾ ത്രൂ ഔട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് മൂവ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഫോഴ്സ് വരുന്നതെന്ന് ഒന്ന് പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഞാൻ ഒരു ആക്സിസ് ആണ് വരച്ചിരിക്കുന്നത്. അതിൽ 3 ആക്സിസും കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ എക്സ് ഡയറക്ഷൻ ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കാണിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാണിക്കുകയാണ്. അത് ഇൻടു ദ പേപ്പറാണ്. അപ്പൊ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനാണ്. അതുകൊണ്ട് വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ എന്ത് കിട്ടി? വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എക്സ് ഡയറക്ഷനാണ്. നമ്മൾ എന്ത് ചിഹ്നം കൊടുക്കുന്നതിന് ഡയറക്ഷൻ ഐ ആയിട്ടെടുത്തു, ഇത് ജെ ആയിട്ടെടുത്തു, ഇത് കെ ഡയറക്ഷൻ ആയിട്ടെടുത്തു.
അപ്പോൾ വെലോസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡയറക്ഷൻ ഐ ഡയറക്ഷൻ ആയിട്ട് എടുക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പേപ്പറാണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റും ഈ ഡയറക്ഷനിലാണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. അത് കെ ഡയറക്ഷൻ അല്ല, മൈനസ് കെ ആണ്, മൈനസ് കെ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഈ ഇങ്ങനെയുള്ളൊരു കേസിൽ, അതായത് ഇൻടു ദ പേപ്പറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അവിടെ ഒരു ഇലക്ട്രോൺ ഈ ഡയറക്ഷൻ മൂവ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഫോർമുല വെച്ച് കാണാം? എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന ഫോർമുല വെച്ച് നമുക്ക് അതിൻ്റെ വാല്യൂ കാണാം, ഫോഴ്സിൻ്റെ വാല്യൂ കാണാം. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മൈനസ് ആണ്, നെഗറ്റീവ് ചാർജാണ്, അതുകൊണ്ട് നെഗറ്റീവിനും കൊടുത്തു. വി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഐ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കെ ആണ്. നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഐ ജെ കെ. അപ്പം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഐ ക്രോസ് ജെ എടുത്തു കഴിഞ്ഞാൽ അത് കെ ആണ്. ഐ ക്രോസ് ജെ എന്ന് പറയുന്നത് കെ. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഞാനൊന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്തുകയാണ്. ജെ ക്രോസ് കെ എന്ന് പറയുന്നത് ഐ ആണ്. അതേപോലെ തന്നെ ഐ ക്രോസ് കെ ക്രോസ് ഐ എന്ന് പറയുന്നത് ഐ ക്രോസ് ജെ കെ, അത് എഴുതി ജെ ക്രോസ് കെ ഈക്വൽ ടു ഐ, ഇവിടെ ഈക്വൽ ടു ഇടാൻ മറന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കെ ക്രോസ് ഐ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജെ കിട്ടും. തിരിച്ചെടുത്താൽ ജെ ക്രോസ് ഐ ആണ് നമ്മൾ കണ്ടതെങ്കിൽ നമ്മൾ മൈനസ് കെ ഇടണം. അപ്പോൾ ഈ ഓർഡറിൽ ഇവിടെ എന്ത് കിട്ടും? കെ ക്രോസ് ജെ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഐ ആണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇവിടെ? ഐ ക്രോസ് കെ എന്ന് പറയുന്നത് മൈനസ് ജെ ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയത് നമുക്ക് എന്താണ്? ഈ മൈനസ് പുറത്തെടുക്കുമ്പോൾ പ്ലസ് ആയി, ഐ ക്രോസ് കെ എന്ന് കിട്ടി. ഐ ക്രോസ് കെ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഐ ക്രോസ് കെയുടെ വാല്യൂ എഴുതിയിട്ടുണ്ട്, മൈനസ് ജെ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മൈനസ് ജെ ഡാഷ് ആണെന്ന് മനസ്സിലായി. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ മേലെ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻടു ദ പേപ്പറാണ്, ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മേലെ വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ജെ ഡയറക്ഷനാണ്. ജെ ഡയറക്ഷൻ മൈനസ് ജെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ്. അപ്പം ഇങ്ങനെ പോകുന്ന പാർട്ടിക്കിൾ നേരെ താഴത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ ഞാനിവിടെ കാണിക്കാൻ പോവാണ്. ഈ ഡയറക്ഷനിലായിരിക്കും ഡിഫ്ലക്റ്റ് ചെയ്യുക. അപ്പം ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ അടുത്ത് ഞാൻ കാണാൻ പോണത്, ഇപ്പോൾ സിറ്റുവേഷൻസ് വ്യത്യാസം വന്നു. എന്താണ്? അതാണ് ഇവിടെ എഴുതാൻ പോണത്. വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഡയറക്ഷൻ മാറി. എന്താണ്? ഏത് ഡയറക്ഷനാണ്? മൈനസ് ജെ ഡയറക്ഷനാണ്. ഇത് മുകളിലേക്ക് പ്ലസ് ഡയറക്ഷനാണ്. ഇപ്പോൾ ഇത് ഏത് ഡയറക്ഷനാണ്? മൈനസ് ഡയറക്ഷനാണ്. ഇപ്പോൾ താഴത്തേക്ക് എന്ന് പറയുന്നത് മൈനസ് ജെ ഡയറക്ഷൻ. ഇത് ഐ ഡയറക്ഷൻ, ഇത് ജെ ഡയറക്ഷൻ, ഇത് കെ ആണ്. ഇപ്പം മൈനസ് ജെയിലേക്കാണ് വെലോസിറ്റി ആയത്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വ്യത്യാസമൊന്നുമില്ല, അത് മൈനസ് കെ ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടെത്താൻ പോകുന്നു. അപ്പോൾ നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. എന്താണ്? ഏത് ഫോർമുല ഉപയോഗിക്കാം? എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നുള്ള ഫോർമുല തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്ന ഡയറക്ഷൻ കാണാൻ. ഇവിടെ ക്യൂ എന്ന് പറയുന്നത് മൈനസ് ആണ്, വെലോസിറ്റി എന്ന് പറയുന്നത് മൈനസ് ജെ ഡയറക്ഷനാണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കെ ഡയറക്ഷനാണ്. അപ്പോൾ എന്ത് പറ്റൂടെ? 3 മൈനസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈനസ് ഇടാം. മൈനസ് ജെ ക്രോസ് കെ എന്ന് കിട്ടി. മൈനസ് ജെ ക്രോസ് കെ എന്താണ്? ജെ ക്രോസ് കെയുടെ വാല്യൂ ഇവിടെ എത്തിയിട്ടുണ്ട്. ജെ ക്രോസ് കെ എന്ന് പറയുന്നത് ഐ ആണ്. അപ്പോൾ എന്ത് കിട്ടി? മൈനസ് ഐ എന്ന് കിട്ടി. അപ്പോൾ മൈനസ് ഐ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് പ്ലസ് ഡയറക്ഷൻ. അതിന് തിരിച്ചുള്ളതാണ്, ഇടത്തോട്ട് വരയ്ക്കുന്നതാണ് മൈനസ് ഐ ഡയറക്ഷൻ. അപ്പോൾ ഞാൻ മൈനസ് ഡയറക്ഷനാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെ പുറപ്പെട്ട ഇലക്ട്രോൺ അതിൻ്റെ മേലുള്ള ഫോഴ്സ് താഴത്തേക്കാണ്. അത് കഴിഞ്ഞാൽ ഈ താഴത്തേക്ക് പുറപ്പെടുന്ന ഒരു ഇലക്ട്രോണിൻ്റെ മേലുള്ള ഫോഴ്സ് ഇടത്തോട്ടാണ്. അതാണ് ഞാൻ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് പോകുന്ന ഒരു ഇലക്ട്രോണിൻ്റെ മേലുള്ള ഫോഴ്സ് എങ്ങോട്ടാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഫോഴ്സാണ് കാണാൻ പോണത്. എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ മൈനസ് ആണ്,
വെലോസിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഇടത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഐയുടെ ഇത് പ്ലസ്, വലത്തോട്ടാണെങ്കിൽ പ്ലസ് ഐ ആണ്, ഇടത്തോട്ടാകുമ്പോൾ എന്ത് ചിഹ്നം കൊടുക്കും? നെഗറ്റീവ് ഐ കൊടുക്കും. അപ്പോൾ വെലോസിറ്റിയുടെ സ്ഥാനത്ത് എന്ത് കൊടുത്തു? നെഗറ്റീവ് ഐ. ബി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ വ്യത്യാസം വന്നിട്ടില്ല. ബി എന്ന് പറയുന്നത് മൈനസ് കെ ആണെന്നറിയാം. അപ്പോൾ എന്ത് കിട്ടും? 3 മൈനസ് പുറത്തെടുക്കുമ്പോൾ മൈനസ് കിട്ടി. ഐ ക്രോസ് കെ എന്ന് കിട്ടി. ഐ ക്രോസ് കെ എന്ന് പറയുന്നത് എന്താണ്? ഐ ക്രോസ് കെയുടെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാ മൈനസ് ജെ ആണ്. അപ്പോൾ എന്ത് കിട്ടും? അത് പ്ലസ് ജെ എന്ന് കിട്ടി. പ്ലസ് ജെ എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്നത് ഇങ്ങനത്തെ ഡയറക്ഷൻ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വലത്തോട്ട് പോകുന്ന ഇലക്ട്രോണിൻ്റെ മേലെ ഈ ഇത്തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പർ ആണെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ മേലുള്ള ഫോഴ്സ് താഴത്തേക്കാണ്. താഴത്തേക്ക് പോകുന്ന ഇലക്ട്രോണിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് ഇടത്തോട്ടാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇടത്തോട്ട് പോകുന്ന ഇലക്ട്രോണിൻ്റെ മേലുണ്ടാകുന്ന ഫോഴ്സ് മുകളിലേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോൺസ് വട്ടം കറങ്ങുന്നുണ്ട്. ഈ ഫോഴ്സ് കൊണ്ട് എന്തുണ്ടാവും? ഇങ്ങനെ ഫോഴ്സ് വരികയാണെങ്കിൽ ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ആരോ മാർക്ക് കാണിക്കുകയാണ്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അപ്പോൾ ഇൻ ടു ദ പേപ്പറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പേപ്പർ ആണെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. ഇപ്പം ഞാൻ ഇവിടെ ഇലക്ട്രോണിൻ്റെ ചിഹ്നം കൊടുത്തിട്ടാണ് ഇവിടെ മുഴുവൻ ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ക്ലോക്ക് വൈസ്. അതേസമയത്ത് നമ്മൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതേ കേസിൽ എന്ത് കിട്ടും? ആൻറ്റി ക്ലോക്ക് വൈസ് കിട്ടും. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് ഞാനിവിടെ വരയ്ക്കുന്നത്. ഈ ഡയറക്ഷനാണ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുക. അപ്പോൾ ഇത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ കിട്ടുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ്. ശ്രദ്ധിക്കുക, ഇത് പ്ലസ് ചാർജ് ആണ്, ഇത് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പം നെഗറ്റീവ് ചാർജിന് പേപ്പർ ഇൻറ്റതാണ് ക്ലോക്ക് വൈസും, പോസിറ്റീവ് ചാർജിന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിച്ചു, ചാർജിനനുസരിച്ചാണ് ഇതിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ തീരുമാനിക്കുന്നത്. ഇൻറ്റു ദ പേപ്പറിൽ ഉള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് അതിൻ്റെ ഫോഴ്സ് കൊണ്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേസമയത്ത് ഇൻറ്റു ദ പേപ്പറിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുമ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ മൂവ് ചെയ്യും. അപ്പോൾ ചുരുക്കി നമുക്ക് പറയാം, ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻ ടു ദ പേപ്പർ, ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻ ടു ദ പേപ്പറാണ്. ഇൻ ദിസ് കേസ് ഇഫ് പോസിറ്റീവ് ചാർജ് ഈസ് മൂവിങ് in this magnetic field, what happens? It moves in anti-clockwise direction. ഇവിടെ പറഞ്ഞത് എന്താണ്? If magnetic field is into the paper and electron is moving, what happens? It moves in clockwise direction. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് ഇങ്ങനെയാണ്: ഡയറക്ഷൻ ഓഫ് ലോറൻസ് ഫോഴ്സ് ഇസ് പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ആ ചിത്രം ഒന്ന് എടുത്ത് നോക്കിയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ തുടക്കത്തിൽ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ഇത് എക്സ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്, അതായത് പ്ലസ് ഐ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിൻ്റെ മേലെ ഫോഴ്സ് നമ്മൾ കണ്ടപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ താഴത്തേക്കാന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കിയ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വെലോസിറ്റി ഐ ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡ് മൈനസ് കെ ഡയറക്ഷനാണ്. അതിൻ്റെ മേലുള്ള ഫോഴ്സ് കണ്ടപ്പോൾ എന്താ കിട്ടിയത്? അത് മൈനസ് ജെ എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ കാര്യം മനസ്സിലായി. ഐ എന്ന് പറയുന്നതും ജെ എന്ന് പറയുന്നതും കെ എന്ന് പറയുന്നത് എന്താണ്? 3 വെക്ടേഴ്സാണ്, യൂണിറ്റ് വെക്ടേഴ്സാണ്. ഇതിൻ്റെ പ്രത്യേകത ഈ 3 വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. അതായത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിൻ്റെ മേലെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ കൊടുത്തു. അതായത് ഇത് ഐ ഡയറക്ഷനാണ്, ഇതെന്ത് ഡയറക്ഷനാണ്? മൈനസ് കെ ഡയറക്ഷനാണെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നേരെ താഴത്തേക്കായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഐയും കെയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഐയും ജെയും തമ്മിലുള്ള ആംഗിൾ 90ആണ്. ജെയും കെയും തമ്മിലുള്ള ആംഗിൾ 90ആണ്. അപ്പോൾ ഇവിടെ ഇത് ഏത് ഡയറക്ഷനാണ്? ഇത് വെലോസിറ്റി ഡയറക്ഷനാണ്. ഇത് ഏത് ഡയറക്ഷനാണ്?
ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനാണ്, ഇത് ഏതാണ് ഫോഴ്സിന്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങനെയായിരിക്കും? വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ഈ ഫോർമുല വെച്ച് നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ് പറയുന്നത്? നമുക്കൊരു പുതിയ വെക്ടർ, ഫോഴ്സിന്റെ വെക്ടറാണ് കിട്ടുന്നത്. അത് എപ്പോഴും എന്തായിരിക്കും? ഐക്കും ബിക്കും, അതായത് ഇവിടുത്തെ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിലായിരിക്കും എപ്പോഴും നമുക്ക് ഫോഴ്സിന്റെ ഡയറക്ഷൻ കിട്ടുക. അതുകൊണ്ടാണ് നമുക്ക് ജെ കിട്ടിയത്. അപ്പോൾ പ്രോപ്പർട്ടി പറയുന്നത് ഇതാണ്: ഈ ഫോഴ്സ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെലോസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്ന ചാർജ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഫോഴ്സിന്റെ ഡയറക്ഷൻ വെലോസിറ്റിക്കും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് നമ്മളോട് ചെയ്ത കിട്ടിയ റിസൾട്ടും. നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കുക. ഓൺലി മൂവിങ് ചാർജ് എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. നമുക്കറിയാം എഫ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നാണെന്നറിയാം. പിന്നെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ക്യൂ വി ബി സൈൻ തീറ്റ എന്ന് എഴുതാം. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുണ്ടാകുന്ന ആംഗിളാണ്. ഇതാണ് ഇവിടെ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലോറൻസ് ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ തീറ്റ 0 ആണെന്ന് വിചാരിക്കുക. തീറ്റ 0 ആണ് കേസ് എന്താ വരിക? വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്, മാഗ്നറ്റിക് ഫീൽഡും ആ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ തീറ്റ 0 ആണ്. അപ്പോൾ ഇങ്ങനെ കേസിൽ നമുക്ക് എന്ത് കിട്ടും? സൈൻ തീറ്റ 0 ആകുമ്പോൾ മൊത്തം ഫോഴ്സ് 0 വരും. അപ്പോൾ ആംഗിൾ 0 ഉള്ള കേസിൽ ലോറൻസ് ഫോഴ്സ്, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ വാല്യൂ 0 എന്ന് കിട്ടും. ഒരു കേസ് നമ്മൾ കണ്ടു. ഇനി വെലോസിറ്റി 0 ആണെന്ന് വിചാരിക്കാം. വെലോസിറ്റി 0 ആണെങ്കിൽ നമ്മൾ വെലോസിറ്റിയുടെ വാല്യൂ 0 എന്ന് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? അപ്പോഴും ഫോഴ്സ് നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഇനി ക്യൂ 0 എന്ന് വിചാരിക്കുക. ക്യൂ 0 എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത കേസ്. അപ്പം ന്യൂട്രോൺ പാർട്ടിക്കിൾ, അത്തരം പാർട്ടിക്കിൾ വന്ന് എന്താണ്? അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് 0 എന്ന് കിട്ടി. മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെന്ന് വിചാരിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഒന്നുമില്ല, അവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യും, ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോഴും അപ്പോഴും എന്ത് കിട്ടും? ഫോഴ്സ് 0 എന്ന് കിട്ടും. അപ്പൊ ലോറൻസ് ഫോഴ്സ് ഉണ്ടാവുന്നത് ഈ 4 കാര്യങ്ങൾ ഉണ്ടാവണം. അതായത് എന്താണ്? അവിടെ ഒരു ആംഗിൾ ഉണ്ടാവണം, 0 ആംഗിൾ ആവരുത്. അതായത് മാഗ്നറ്റിക് ഫീൽഡും വെലോസിറ്റിയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും 0 അല്ലാത്ത ഒരു വാല്യൂ ആയിരിക്കണം. 0 ആണെങ്കിൽ അവിടെ ലോറൻസ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ പാർട്ടിക്കിൾ വെറുതെ ഇരുന്നാൽ അവിടെ ഉണ്ടാവില്ല. പാർട്ടിക്കിൾ സ്റ്റേഷനറി ആവരുത്, പാർട്ടിക്കിൾ മൂവ് ചെയ്യണം. മൂവിങ് ചാർജിന്റെ മാത്രം മേലെയാണ് എന്തുണ്ടാവുക? ഫോഴ്സ് ഉണ്ടാവുക. അപ്പൊ നമുക്കിവിടെ ചാർജും ഉണ്ടാകാം, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായി, അവിടെ 0 അല്ലാത്തൊരു ആംഗിൾ ഉണ്ട്, തീറ്റ നോട്ട് ഈക്വൽ ടു 0. ഇങ്ങനെ 3 കേസ് വന്നാൽ അവിടെ എന്തുണ്ടാവണം? പാർട്ടിക്കിളിന് ഒരു വെലോസിറ്റി ഉണ്ടാവണം. പാർട്ടിക്കിൾ റെസ്റ്റിലാണെങ്കിൽ ഈ 3 വാല്യൂ ഉണ്ടായാലും ഫോഴ്സ് 0 ആവും. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ 3 വാല്യൂസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, സൈൻ തീറ്റയുടെ വാല്യൂ ഉണ്ട്. 0 അല്ലാത്ത ഒരു വാല്യൂ ഉണ്ടെങ്കിലും അവിടെ നിന്ന് ക്യൂ 0 ആയി കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ഉണ്ടാവില്ല. അടുത്ത കേസ് എന്താണ്? ചാർജ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, സൈൻ തീറ്റയുടെ വാല്യൂ ഉണ്ട്, വെലോസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെങ്കിൽ അവിടെ ഫോഴ്സ് 0 വരും. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ എടുത്ത് പറയുന്നത് ഓൺലി മൂവിങ് ചാർജ് എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ്. അതിൻ്റെ അർത്ഥം ഈ മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾ വെറുതെ ഇരിക്കുമ്പോഴല്ല, മൂവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഈ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അതിൽ അടുത്ത് പറയുന്നത് ഫോർ സ്റ്റാറ്റിക് ചാർജ്. അതായത് സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുന്നത് വെലോസിറ്റി 0, മാഗ്നറ്റിക് ഫോഴ്സ് 0. കാരണം ചാർജ് റെസ്റ്റിലാണെങ്കിൽ ഈ ഫോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത് വെലോസിറ്റി ഉള്ള ചാർജ് പാർട്ടിക്കിളിന്റെ മേലെയാണ് മാത്രമേ ലോറൻസ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അത് വെലോസിറ്റിയിലുള്ള ചാർജ് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പർട്ടിക്കുലർ ആംഗിൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു ലോറൻസ് ഫോഴ്സ് കിട്ടും. അപ്പോൾ ലോറൻസ് ഫോഴ്സ് ഉണ്ടാവുന്ന കണ്ടീഷൻസ് നമുക്ക് നോക്കാം. എപ്പോഴാണ്? തീറ്റ 0 ഉള്ള കേസ്. തീറ്റ 0 ആണെങ്കിൽ നമുക്ക് ഫോഴ്സ് 0 ആവും. കാരണം സൈൻ 0യുടെ വാല്യൂ എന്താണ്? സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ തീറ്റ 0 ഉള്ള സ്ഥലത്ത് ഫോഴ്സ് 0 ആയി. ഇനി വെലോസിറ്റി 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വെലോസിറ്റി 0 ആകുമ്പോൾ എന്ത് പറ്റും? ഇത് മൊത്തം ഫോഴ്സ് 0 ആവും. ഇനി ചാർജ് 0 ആണെങ്കിൽ എന്ത് പറ്റും? അപ്പോഴും മൊത്തം ഫോഴ്സ് 0 കിട്ടും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെങ്കിൽ അപ്പോഴും ഫോഴ്സ് 0 കിട്ടും. ഓൺലി മൂവിങ് ചാർജ് എക്സ്പീരിയൻസ് മാഗ്നറ്റിക് ഫോഴ്സ് ഫോർ സ്റ്റാറ്റിക് ചാർജ് മാഗ്നറ്റിക് ഫോഴ്സ് 0.